ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ സജി കെ ഏലിയാസ് ആണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതത്തിനും അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്നും കേൾക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംരംഭമാണ് സർവീസ്. അദ്ദേഹം ആദ്യമായിട്ടാണ് മലയാള സിനിമയിലേക്ക് ഒരു നിർമ്മാതാവായി എത്തുന്നത്. പുത്തൻകുരിശ് NGM സ്കൂളിന്റെ മാനേജറാണ്. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായും ആദ്യ സിനിമ, പ്രത്യേകിച്ച് സിനിമയിലേക്ക് എത്തുന്ന പുതിയ പ്രൊഡ്യൂസേഴ്സ് വളരെ ആശങ്കയോടെയാണ് സിനിമയെ കാണുന്നത്. പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് സർവീസ്. എല്ലാവർക്കും നമസ്കാരം. കല്യാണമരം എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് രാവിലെ 10 മണി മുതൽ മറൈൻ ഹോട്ടലിൽ ചാനൽ പ്രൊമോഷനും അതിൻ്റെ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വൈകുന്നേരം ഇവിടെ നടക്കുന്ന ഓഡിയോ ടീസർ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളോട് രാവിലെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ ആദ്യമേ തന്നെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഈ കല്യാണപര സിനിമയുടെ ആരെങ്കിലും അണിയറയിലും വളരെ ശക്തമായ പ്രകടനങ്ങളെ കാഴ്ചവെച്ച എൻ്റെ എല്ലാ അഭ്യകാംക്ഷികളായ നടന്മാരോടും നടിമാരോടും ഇതിന്റെ ടെക്നീഷ്യന്മാരോടും ഞാൻ സ്വാഗതം പറയുന്നു. കൂടാതെ എൻ്റെ സഹപാഠികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ ബിസിനസ് പാർട്ട്ണർമാരായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള നമ്മുടെ പെരുമ്പാവൂരിലെ മുൻ MLA രാഷ്ട്രീയത്തിൽ നിറഞ്ഞെടുക്കുന്ന സാജിപ്പോൾ MLA, ex-MLA, മുൻ പ്രൊഡ്യൂസർ രാധേകൃഷ്ണ എന്ന് വേണ്ട എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഈ പരിപാടിയിൽ ഇപ്പോൾ ഇവിടെ ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്നെ സ്വാഗതം ചെയ്യാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് സിനിമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഈ രംഗത്ത് വന്ന ആളാണ്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്തും ജോലി സംബന്ധമായ ബിസിനസ് സംബന്ധമായ കാലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ സസൂക്ഷ്മം ഞാൻ നിരീക്ഷിക്കാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസ സാറിൻ്റെയൊക്കെ പ്രശസ്തമായ ഡയലോഗുകളൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും സന്ദേശം എന്ന സിനിമയാണ് എന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു. സമൂഹത്തെ ബാധിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഞാൻ വായിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എൻ്റെ ബന്ധപ്പെട്ട വേദികളൊക്കെ ഞാനത് പറയാറുണ്ട്. ഈ സിനിമ ഒരു കലാമൂല്യമുള്ള ഒരു ചിത്രമാണ്. സമൂഹത്തിന് വ്യക്തമായ സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമയാണ്. ഏറെ പ്രിയപ്പെട്ട രാജേഷ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം തീർച്ചയായിട്ടും ഈ ട്രെയിലർ നമുക്ക് വേണ്ടി ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസനെയും അതേപോലെ തന്നെ നമ്മുടെ ദേവനന്ദയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഒരു വാക്ക് സംസാരിച്ച് നമുക്ക് അങ്ങോട്ട് അവതരിപ്പിക്കാം. ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ മാധ്യമപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും അണിയറമാരെയും അണിയറപ്രവർത്തകരെയും എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമാണ് കല്യാണമരം. അത് നിർമ്മിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരികയും അതിൻ്റെ ഒപ്പം സഞ്ചരിച്ച് ഇവിടം വരെ എത്തിക്കുകയും ചെയ്ത സജി കെ ഏലിയാസ് സാറിന് കുടുംബത്തിനും ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പം 27-ാം തീയതി ഞങ്ങളുടെ കല്യാണമരം എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തുന്ന വിവരം അനൗൺസ്. അതിന്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ ട്രെയിലർ ലോഞ്ചും ഓഡിയോ ലോഞ്ചും ഇവിടെ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുമായിട്ട് സഹകരിച്ച ഓരോരുത്തരെ കുറിച്ചും ഇവിടെ സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ ഒരുപാട് നേരം പ്രൊമോഷൻ വർക്കുകളുമായി നമ്മൾ മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ സമയം വളരെ ദൈർഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല. സഹകരിച്ച, സപ്പോർട്ട് ചെയ്ത, ഒരു കുടുംബമായി പ്രവർത്തിച്ച, എന്റെ ഒപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് വർക്ക് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതുകൂടാതെ ഈ പടം തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും അത് കാണുകയും
അത് കണ്ട് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ച് അഭിപ്രായങ്ങൾ അറിയിച്ച് തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളോടൊപ്പം തുടരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് വളരെ കാലിക പ്രസക്തിയുള്ള വിഷയമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും എത്രമാത്രം ഈ കഥ സ്പർശിക്കും എന്നുള്ളത് അത് സിനിമ കണ്ടു മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരുപാട് പേര് ഈ സിനിമയെ കുറിച്ച് നമ്മളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ കല്യാണമരം എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പൊ ആ ക്യൂരിയോസിറ്റി, അത് കഥ പറയാൻ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ റിവീലാകുന്നത് കൊണ്ട് എനിക്കത് പറയാൻ കഴിയുന്നില്ല. അപ്പൊ അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കൂ എന്നാണ് പറയാനുള്ളത്. എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിലെങ്കിലും ഈ കഥയുമായി സ്പർശിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിലൂടെ ഒരാൾക്ക് കടന്നു പോകാൻ കഴിയില്ല. അത്രമാത്രം നല്ല ഒരു സബ്ജക്റ്റാണ്. അത് എല്ലാവരും ഇഷ്ടപ്പെടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാനത് പ്രേക്ഷക സമക്ഷം സമർപ്പിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിലുള്ള ഓഡിയോ ലോഞ്ചിന് എല്ലാവരും സന്നിഹിതരായിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. ഒരു വലിയ പ്രശ്നം കഴിഞ്ഞു. അതില് ഇവർക്ക് വീണ്ടും കണ്ടിട്ട് വേണോ? വീണ്ടും സാറ് പറഞ്ഞ പോലെ ഒരു ഒരുപാട് വളരെ നന്മയുള്ള ഒരു സിനിമയാണ്. ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം. എനിക്ക് ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി ഒരു 10 കിലോമീറ്റർ അപ്പുറമാണ് ഇതിന്റെ ഷൂട്ടൊക്കെ നടന്നത്. പിന്നെ രണ്ടാമത്തെ ഷെഡ്യൂള് പാലയില്. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കിത് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരുപാട് നന്മയുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് പറയുന്ന ഒരു സിനിമയാണ്. ഒരു കുഞ്ഞു സിനിമയാണ്. ഇപ്പൊ ഇന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം വലിയ സിനിമ, മാസീവ് സിനിമകൾക്കിടയിൽ ഇത്തരം സിനിമകളും ഓടണം. ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു സിനിമകളെ സപ്പോർട്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലോഞ്ചും പരിപാടിയൊക്കെ നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാർച്ച് 27-ന് എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണുക. ഇഷ്ടപ്പെടും. താങ്ക് യു. ദേവയ്ക്ക് എന്താ പറയണം നോക്കാം. ഇവിടെ ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു മൂവിയാണ് കല്യാണമരം. അപ്പൊ കല്യാണമരത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നമ്മളൊരു ഫൺ മൂവിയിലൂടെ നമ്മള് സൊസൈറ്റിക്ക് പ്രസന്റ് ചെയ്യുന്നത്. എല്ലാവർക്കും സന്തോഷമായിട്ട് വന്ന് കാണാം, സന്തോഷമായിട്ട് തന്നെ ഇറങ്ങിപ്പോകാം എന്ന ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് മനസ്സിലാകുകയും ചെയ്യും. അതെന്തായാലും അവരത് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു മൂവിയാണ്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്തൊരു മൂവിയാണ്. അപ്പൊ ആ മൂവി നിങ്ങളിലേക്ക് തരുമ്പോൾ അതിന് ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എക്സാം ടെൻഷനൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവരും മാർച്ച് 27-ന് വരണം, കാണണം. ഇവിടെ ഒത്തിരി പേരുടെ കഷ്ടപ്പാടാണ് ഈ മൂവിയുടെ പുറകിലുള്ളത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. സ്ക്രീനിലൂടെ നമ്മുടെ കേരള മനസ്സിലേക്ക് ഒരുപാട് നല്ല ഒരു സന്ദേശം പകർന്നു നൽകുന്ന ഒരു സിനിമയായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള കൊച്ചു സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് എല്ലാവരുടെയും, പ്രേക്ഷകരുടെയും മീഡിയയുടെയും ഒക്കെ ഒരു കടമയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കൊമേഴ്സ്യൽ കാലഘട്ടത്തിൽ എപ്പോഴും മാസ് സിനിമകൾ മാത്രം പോരല്ലോ, എല്ലാ തരത്തിലുള്ള സിനിമകളും വേണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ആദ്യം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സിനിമയിൽ ഒറ്റ പാട്ടേ ഉള്ളൂ. ഒറ്റ പാട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അജയ് ജോസഫാണ് സംഗീതം. ശ്രേയ അത് മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് ഭീഷ്മരിലെ പാട്ട് ഉറപ്പ് വരുന്നു. നമ്മുടെ ഞാൻ കഴിഞ്ഞ പടത്തിലും ഇറങ്ങാൻ പോകുന്ന പടത്തിലും ഞാൻ തന്നെ പാട്ട് എഴുതിയിട്ടുണ്ട്. ഇതിലും വളരെയധികം സന്തോഷം. വളരെ ഒരു ഗ്രാമീണത തുളുമ്പുന്ന, ഞങ്ങളൊക്കെ ഈ എഴുത്തുകാരെ എഴുതാൻ ആഗ്രഹിക്കുന്ന പോലത്തെ നല്ലൊരു മലയാളം പാട്ട്, നല്ല സംഗീതമുള്ള, നല്ല ഒരു പഴയ കാലത്തിനേക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല പാട്ടാണ് ഇത് സിനിമയിൽ ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ ഇപ്പൊ കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ പാട്ടോടെ റിലീസ് കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടതും ബാക്കി അഭിപ്രായം പറയേണ്ടതും നിങ്ങളാണ്. അതിന്റെ വരിയാവട്ടെ, സംഗീതമാവട്ടെ, ആലാപനമാവട്ടെ എല്ലാം. എന്തായാലും ഈ പാട്ട് ഈ സിനിമയ്ക്ക് വളരെയധികം തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ അണിയറ പ്രവർത്തകരെയും ക്ഷണിക്കുന്നു. അപ്പം സാധാരണ നമ്മൾ ഈ പാട്ട് കാണിച്ചാണ് നമ്മൾ ഓഡിയോ ലോഞ്ച് ചെയ്യുക. ഇവിടെ കുറച്ച് വ്യത്യസ്തമായി
തീർച്ചയായിട്ടും നമ്മളിതിന്റെ വരികൾ ഒന്ന് പ്രിന്റ് ചെയ്ത് ഒരു പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങും കൂടി നമ്മൾ നൽകിയിട്ടുണ്ട്. അത് CD-ക്ക് പകരം, കാരണം ഡിജിറ്റൽ സ്പേസിൽ നിന്നൊക്കെ നമ്മൾ അല്ലെ വരികളെ ബഹുമാനിക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചടങ്ങാണ് നമ്മൾ. അപ്പോൾ മുഴുവൻ നമ്മുടെ അണിയർ പ്രവർത്തകരെ വേദിയിലേക്ക് ക്ഷണിക്കണം. അതിനുശേഷം നമുക്ക് സംസാരിച്ചതിന് ശേഷം നമുക്ക് പാട്ട് കാണാം. എല്ലാവരും വിളിക്കണം. ഒപ്പം നമ്മുടെ നടീനടന്മാർ എല്ലാവരും, JP, അതുപോലെ ഉല്ലാസ്, മനോജ് പണിക്കർ, സഞ്ജു, ഡോക്ടർ സതീഷ്, അമൽരാജ്, മീര വാസുദേവ്, ആതിര പട്ടേൽ, പ്രശാന്ത് മുരളി, ദേവനന്ദ, ധ്യാൻ ഉൾപ്പെടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോ ഈ സിനിമയിലെ പാട്ട് പ്രിന്റ് ചെയ്ത ഈ വരികൾ നമ്മളൊന്ന് പ്രകാശനം ചെയ്യുകയാണ് മലയാളത്തിന് വേണ്ടി. ഒരുപക്ഷെ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും, എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഈ ഒരുപാട് ഓഡിയോ റിലീസുകളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇനിയുള്ള സിനിമകളും ഇതൊരു മാതൃകയാകട്ടെ. കാര്യം ഇപ്പൊ നമുക്ക് CD ഇല്ലല്ലോ. അപ്പോൾ ഇതൊരു പുതുമയാർന്ന ഒരു റിലീസാണ്, ഓഡിയോ റിലീസാണ്. വളരെ നന്ദി. തീർച്ചയായിട്ടും നമുക്ക് ഈ വരികൾ നമ്മുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ സംവിധായകൻ ഏറ്റവും ഗംഭീരമായ ഒരു പുതിയ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ് മലയാള സിനിമ. ഈ പാട്ടുകൾ മലയാളം ഏറ്റുപാടട്ടെ. മലയാള സിനിമയിലെ നല്ല പാട്ടുകൾക്കൊപ്പം മലയാള പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരു പാട്ടായി തീർച്ചയായിട്ടും ഈ പാട്ടിന് മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു.